നെക്സ്റ്റ് സെൽഫ് ഡിഫൻസ് ടെക്നിക്സ്. മിക്കവാറും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് അത് തന്നെ. എന്റെ കൊച്ച് പുറത്ത് എവിടെ പോയാലും രക്ഷപ്പെടണം, ഒരു സുരക്ഷ അവൾക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ അവന് ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒത്തിരിയേറെ കുട്ടികൾ ഇന്ന് റാഗിംഗ് പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരാൾക്ക് പോലും ധൈര്യപ്പെട്ട് പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ഡോക്ടർ വന്ദനാദാസിന്റെ മരണമെല്ലാം അതിന്റെ സാക്ഷികളാണ്. നമുക്കറിയാം ഈ പെൺകുട്ടികൾ നന്ന ചെറുപ്പത്തില് അല്പം അടിതടയൊക്കെ പിടിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇവിടെ അവര് അധികം പ്രായമായിട്ടില്ല, അധികം നാളത്തെ പരിശീലനമല്ല, 1-2 കാര്യങ്ങൾ മാത്രം ഇവിടെ അവതരിപ്പിക്കുന്നു. തന്റെ മുഖത്തേക്ക് വരുന്ന ഒരു അടി എങ്ങനെ തടുക്കുന്നു എന്ന് കാണാം. മറ്റൊന്ന്, തന്റെ മുൻപിൽ നിന്ന് വന്ന് തന്റെ കഴുത്തിനെ പിടിക്കുമ്പോൾ എങ്ങനെ തട്ടിമാറുന്നു. ആ ഒരു തടയുണ്ടാക്കി ഡോക്ടർ വന്ദനദാസ് മരിക്കില്ലായിരുന്നു. Under tile breaking with elbow, തന്റെ മുട്ടുകൈ പ്രയോഗവുമായി കുമാരി മീനാക്ഷി സിയാർ കൂട്ടുകാരുടെ മുകളിലൂടെ മറ്റേ റെയിൽ പാളം ഒന്ന് കണ്ടിട്ടുണ്ടാവും, അതുപോലെ നിന്ന് ബാലൻസ് വളരെ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിലൂടെ നടന്നു വരാൻ സാധിക്കുകയുള്ളൂ. കുമാരി മീനാക്ഷി തന്റെ കൂട്ടുകാരുടെ കൈത്തണ്ടകളിലൂടെ നടന്നു വന്നു മുട്ടുകൈ പ്രയോഗവുമായി മുൻപോട്ട് കടന്നു വന്ന് കൺഗ്രാജുലേഷൻസ് ചാടി അവിടെ ചെന്ന് തന്നെ മുട്ടുകൈ പ്രയോഗം. കൺഗ്രാജുലേഷൻസ് കുമാരി മീനാക്ഷി. താങ്ക് യു. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ബ്രേക്കിംഗ് ടെക്നിക്സ് ബൈ കുമാരി അമേയ സന്ദീപാൻ മീനാക്ഷി സിയാർ. ഇവിടെ ആ 2 പെൺകുട്ടികള് ഒരാള് തന്റെ മുതുകിന് മുകളിലൂടെയും മറ്റൊരാൾ തലയിന് മുകളിലൂടെയും ചാടി വന്ന് കൈമുഷ്ടി പ്രയോഗവും മുട്ടുകൈ പ്രയോഗവുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നു. കൊച്ചു കുട്ടികളാണ്, നമുക്കറിയാം. ഇവിടെ 5ാം ക്ലാസ് വരെയാണ് ഉള്ള കുട്ടികൾ അവിടെ കയറുന്നത്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇതിലുണ്ട്. അവർ ഈ പ്രായത്തിൽ, ചില പ്രായത്തില് ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഹയർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇതിൽ നിന്നോരോ ചാമ്പ്യന്മാരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനുള്ള എല്ലാവിധ സഹകരണവും മാതാപിതാക്കളും മാനേജ്മെന്റ് നൽകണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. Congratulations, both of you, Meenakshi and Kumari Ameya Sandip. പ്രിയമുള്ളവരെ, ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം ഏതാണ്ട് ഒരു 2 ആഴ്ചത്തെ കഴിഞ്ഞ 1 മാസമായി ഈ കുട്ടികൾ ദൈനംദിനമായ പരിശീലനത്തിലാണ്. എനിക്ക് തോന്നുന്നത് ഈ സ്കൂളിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരിശീലിക്കുന്നത് ഇതിലും നിങ്ങൾക്ക് അതിന്റെ ടെക്നിക്കൽ പെർഫോമൻസിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. നല്ല സ്ട്രെയിന്, നല്ല ഭക്ഷണവും, നല്ല പരിശീലനവും, നല്ല പഠനവും, നല്ല സ്വഭാവവും. ഇതുപോലുള്ള കുട്ടികൾ ഒരിക്കലും ഒരു സാമൂഹ്യ വിരുദ്ധനും പോകില്ല എന്ന് ഞങ്ങൾക്ക്
ഉറച്ച വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ലഹരി മരുന്ന് പോലുള്ള ഇന്നത്തെ MDMA പോലുള്ള കാര്യങ്ങളിലേക്കൊന്നും ഈ കുട്ടികളെ മുതിരുമ്പോൾ പോകില്ല എന്ന ഉറച്ച ധൈര്യം മാതാപിതാക്കൾ നൽകിക്കൊണ്ട് ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. ദേശീയ പതാക വീശി ഞങ്ങൾ കൊടുക്കണം. താങ്ക് യു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നൽകിയ ഓരോരുത്തർക്കും കരാട്ടെ ക്ലബിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ നിർത്തട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾക്ക് എന്നും ഉണ്ടാവണം.